അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് പുതിയൊരു ബോട്ടിൽ ആർട്ടുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഈ ഒരു ബോട്ടിൽ ആർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ടിഷ്യൂ പേപ്പേഴ്സും അതുപോലെ ഫെവിക്കോളിലേക്ക് കുറച്ച് വാട്ടർ ആഡ് ചെയ്തൊരു മിക്സറും മാത്രം മതിയാകും. ഇനി നമ്മൾ ഈ ടിഷ്യൂ പേപ്പേഴ്സ് എല്ലാം ചെറിയ ചെറിയ പീസസ് ആക്കി മാറ്റിയിട്ട് ഫെവിക്കോൾ വാട്ടർ മിക്സറിലൊന്ന് മുക്കി ഈ ഒരു കുപ്പിയിൽ ഒട്ടിക്കുകയാണ് ചെയ്യുന്നത്. ഇത് കുപ്പി മുഴുവൻ നന്നായി ഒട്ടിച്ചതിന് ശേഷം നമുക്കിതൊന്ന് ഉണങ്ങാൻ വെക്കാം. ഒരു 3 മണിക്കൂറിന് ശേഷം നമുക്ക് ഈ ബോട്ടിൽ നന്നായിട്ടൊന്ന് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ബ്ലാക്ക് അക്രലിക് കളർ യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിലൊന്ന് പെയിൻറ്റ് ചെയ്യാം. ഇനി ഒരു 15 മിനിറ്റ് നമുക്ക് ഇതൊന്ന് ഉണങ്ങാൻ വെക്കാം. ഇനി നമ്മൾ ഒരു സ്പോഞ്ച് ഉപയോഗിച്ച് ഈ ഒരു ഗോൾഡൻ കളർ കുപ്പീൻ്റെ എല്ലാ ഭാഗത്തും ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ ഈ ഒരു കുപ്പിക്ക് ഒരു ആൻറ്റിക് ടച്ച് ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ക്ലേ ഉപയോഗിച്ച് ഫ്ലവേഴ്സും ലീവ്സും ഒക്കെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ ഫ്ലവേഴ്സ് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം. ഈ ഒരു രൂപത്തിലാണ് ഞാനിപ്പോൾ ഫ്ലവേഴ്സ് ഒന്ന് ഷേപ്പ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ബാക്കിയുള്ള ഫ്ലവേഴ്സും ഞാൻ ഇതുപോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് ലീഫ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഈ ഒരു രൂപത്തിലാണ് ഞാൻ ലീഫ് ഷേപ്പ് ചെയ്തിട്ടുള്ളത്. ഇനി മൂർച്ചയുള്ള വല്ല പിന്നോ മുട്ടുസൂചിയോ ഉപയോഗിച്ച് ഇതിന് ലീഫിൻ്റെ ഒരു രൂപത്തിലാക്കാം. ഏറ്റവും അവസാനമായി നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ ഫ്ലവേഴ്സും ലീവ്സും ഒക്കെ നമുക്ക് ഗ്ലൂ ഗൺ ഉപയോഗിച്ചിട്ട് ഈ കുപ്പീൻ്റെ മുകളിലൊന്ന് സെറ്റ് ചെയ്ത് വെക്കാം.
നിങ്ങളുടെ കയ്യിൽ സിൽവർ കളർ ഉണ്ടെങ്കിൽ ഒരു ബ്രഷ് ഉപയോഗിച്ച് ഈ ഫ്ലവേഴ്സിൻ്റെയും ലീവ്സിൻ്റെയും മുകളിൽ ഒരു ഷെയ്ഡിങ് പോലെ കൊടുക്കണം. ഈ ഒരു സ്റ്റെപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ പോലും നിങ്ങളുടെ ബോട്ടിൽ ആർട്ട് കാണാൻ നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രമിച്ചു നോക്കണം. വളരെ ഈസിയാണ്. വളരെ കുറച്ച് സമയം മാത്രം മതി ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ ഇത് നിങ്ങളുടെ കൂട്ടുകാർക്കും ഫാമിലിയിലുള്ളവർക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യണം. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക. അടുത്ത ദിവസം പുതിയൊരു വീഡിയോ വരുന്നതിലേക്കും എല്ലാവർക്കും ബൈ ബൈ.